ഒരു കലാ കുടുംബത്തെ തന്നെ പരിചയപ്പെടാം. കലോത്സവത്തിനെത്തിയ ഒരു കുടുംബമാണത്. നൃത്തവും സംഗീതവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പാലക്കാടൻ കുടുംബം. അവരുടെ വിശേഷങ്ങളിലേക്ക്. ദേവി, നമ്മളിപ്പോൾ ഈ കലോത്സവ വേദിയിലാണല്ലോ. കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഇവിടെ ഇങ്ങനെ കലോത്സവം നടക്കുകയാണ്. നമ്മൾ എങ്ങനെയുണ്ട് തിരുവനന്തപുരം കലോത്സവം? അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ കണ്ടു മാളവിക, എന്തൊക്കെ കണ്ടു? ഇപ്പോൾ കോട്ടൺ ഹിൽ സ്കൂളിലാണ് നമ്മളുള്ളത്. ഇവിടെ ശാസ്ത്രീയ സംഗീതം നടന്നുകൊണ്ടിരിക്കുക. അത് കണ്ടു. അപ്പം നമ്മളിങ്ങനെ ഈ കലോത്സവം തിരുവനന്തപുരം അടിപൊളി വൈബാണോ? അതെ, അടിപൊളി വൈബ്. മാളവിക കോഴിക്കോടല്ലേ? അതെ, കോഴിക്കോട് നിന്നാണ് വന്നത്. കോഴിക്കോട് കലോത്സവം കണ്ടിട്ടുണ്ടോ? ഞാൻ ഇതുവരെയായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. കലോത്സവം കണ്ടോ? കണ്ടിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ എനിക്ക് തോന്നുന്നു ഇവർ എന്തോ മത്സരത്തിന് വന്ന ഒരു ഫാമിലിയാണെന്ന് തോന്നുന്നു. നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? പോവാം. ഇവിടെ ഈ കലോത്സവത്തിൽ പങ്കെടുക്കാൻ വന്നാണോ? അതെ അതെ അതെ. എന്താണ് ശാസ്ത്രീയ സംഗീതം മകളാണ്? മകളാണ്. ഓ, ഈ ഏത് ജില്ലയിൽ നിന്നാണ് നിങ്ങൾ വന്നിരിക്കുന്നത്? ഞങ്ങൾ പാലക്കാട് ജില്ലയിൽ നിന്ന്. നിങ്ങളുടെ സ്കൂൾ ഏതാ? THSS വാർഡനെക്കുറിച്ച്. ശാസ്ത്രീയ സംഗീതം മാത്രമേ ഉള്ളോ? ശാസ്ത്രീയ സംഗീതം ഭരതനാട്യം മത്സരിച്ചിരുന്നു. 4ാം തീയതി A ഗ്രേഡ് ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് അങ്ങനെ ഇവരെ നമുക്ക് ശരിക്കും പരിചയപ്പെടാം അല്ലേ? എങ്ങനെ, പേരെങ്ങനെയാണ്? എൻ്റെ പേര് കലാമണ്ഡലം വേണി. ഓ, കലാമണ്ഡലത്തിലുള്ള എന്താണ് കലാമണ്ഡലത്തിൽ ഏതാണ് വിഭാഗം ഏതാണ്? ഞാൻ മോഹിനിയാട്ടം വിഭാഗത്തിലാണ് ടീച്ചറായിട്ട് വർക്ക് ചെയ്തിരുന്നു. ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിലും മോഹിനിയാട്ടം ഡിപ്പാർട്ട്മെൻറ്റിലെ ഗസ്റ്റ് ലെക്ചറായിരുന്നു. ഇപ്പോൾ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ് മോഹിനിയാട്ടത്തിൽ തന്നെ. അപ്പോൾ മോള് പക്ഷേ ഭരതനാട്യമാണല്ലോ, എന്ത് പറ്റി? മോള് ഭരതനാട്യം ബേസിക്കായിട്ട് നമ്മൾ ആദ്യം ഭരതനാട്യമാണല്ലോ പഠിക്കുക. അപ്പോൾ അവൾക്ക് കൂടുതൽ താല്പര്യം ഭരതനാട്യത്തോടാണ്. അതുകൊണ്ട് ഭരതനാട്യമാണ് ഇത്തവണ മത്സരിച്ചത്. ഞാൻ അടുത്ത തവണ മോഹിനിയാട്ടം മത്സരിപ്പിക്കണം. ഇപ്പോൾ ഏത് ക്ലാസ്സിലാണ് മോള് പഠിക്കുന്നത്? ഞാൻ +1. +1. അപ്പോൾ ഇനി ഒരു അവസരം കൂടി ഉണ്ട് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ. 3 വർഷമായി അടുപ്പിച്ച് ശാസ്ത്രീയ സംഗീതത്തിന് ഞങ്ങൾ സ്റ്റേറ്റിലേക്ക് വരാറുണ്ട്. 8ാം ക്ലാസ്സിൽ നമുക്ക് അവസരം കിട്ടിയില്ല. എന്താ വെച്ചാൽ കോവിഡ് കാരണം അന്ന് സംസ്ഥാന കലോത്സവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ പറ്റിയില്ല. ഇപ്പോൾ തുടർച്ചയായിട്ട് 3 വർഷം അവൾ വരുന്നുണ്ട് സ്റ്റേറ്റിലേക്ക്. ഈ പാലക്കാടിൻ്റെ ഒരു മുന്നേറ്റം ഇങ്ങനെ തുടരുകയാണ്. ആ മുന്നേറ്റത്തിൻ്റെ ഒരു ഭാഗമാണ് ശരിക്കും. സത്യത്തിൽ അതെ. അതിൽ വളരെയധികം ടെൻഷനും ഉണ്ട്, സന്തോഷമുണ്ട്. ഓക്കെ. അപ്പോൾ മോൾ എന്തായാലും മാളവിക, നമ്മുടെ പാട്ടുകാരിയെ കിട്ടിയ സ്ഥിതിക്ക് നമ്മൾ പാടിക്കാതെ വിടുന്നത് ശരിയല്ല അല്ലേ? പാടാം. ഹര ഹര സബ് കരത് ജാത്, ഹര ഹര സബ് കരത് ജാത്, ഘാഘര സിർ ധരൻ ജാത്, ഘാഘര സിർ ധരൻ ജാത്, നീർ നാർ ഭരൻ ചലി, नीर नार भरन चली, सुन न रही सब जग की आज शाम, मोहली लो भासुरी बजाय की, मुरली सुनाय की. ഗംഭീരം. നമ്മൾ പാട്ടിനെ കുറിച്ച് അഭിപ്രായം പറയാൻ അറിയില്ല, പക്ഷെ കേൾക്കാൻ മാത്രമേ അറിയാവൂ. എന്തായാലും ഗംഭീരം. എൻ്റെ പ്രോഗ്രാമിന് അവൾ തന്നെയാണ് കൂടുതലും പാടാറ്. ഓ, അത് ശരി, അത് ശരി. അപ്പോൾ അതൊരു വലിയ ഭാഗ്യമാണല്ലേ, മകളുടെ ഇങ്ങനെ പാടുന്നതിനൊപ്പം നൃത്തം ചെയ്യാനൊക്കെ ചെയ്യാൻ. അതെ 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 അതെ. പല ദിനമായി ഞാനും ബലഭദ്രനൂജ നിന്നെ നലമോടു കാൺമതിന്നു, കളിയല്ലേ രുചിക്കുന്നു, കലവിഷമം കൊണ്ടും കാമം സാധിച്ചതില്ലേ, കലവിഷമം കൊണ്ടും കാമം സാധിച്ചതില്ലേ, നീന നീരദ വർണ്ണ. ഇയാളൊരു ചെറിയ ആളാണല്ലോ. ഇയാൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ 5th. 5th പഠിക്കുന്ന ആൾക്ക് ഇവിടെ എന്താ കാര്യം സംസ്ഥാന കലോത്സവം? ചേച്ചിയുടെ പാട്ടും ഡാൻസൊക്കെ കാണാൻ വേണ്ടി വന്നത്. ഇയാൾ ഡാൻസ് ഒക്കെ ചെയ്യുന്ന ആളാണ്. സാർ ഇപ്പോൾ ഇവരെ ഒരു പ്രോത്സാഹിപ്പിക്കുന്ന എങ്ങനെയാണ് ഇവരെ പ്രോത്സാഹിപ്പിക്കുന്നത്? ഇപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു മക്കൾ രണ്ടുപേരും പാട്ടും നൃത്തവും ഒക്കെ ആയിട്ട് സജീവമാണ്, ഭാര്യയെ സജീവമാണ്. ഞാൻ മനസ്സിലാക്കുന്നതാണ് സാറിൻ്റെ ഒരു ഇതൊക്കെ കണ്ടിട്ട് സാർ ഒരു കലാകാരനായിരിക്കും. അതെ, ഞാൻ കലാമണ്ഡലത്തിലെ മൃദംഗം ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ അമൃത ടി വിയിൽ ഒരുപാട് പ്രോഗ്രാംസ് ഞാൻ വായിച്ചിട്ടുണ്ട്. ശ്രുതിലേയം എന്ന് പറഞ്ഞ പ്രോഗ്രാം അജിയേട്ടൻ നടത്തിയ സമയത്ത്, അതുപോലെ കൃഷ്ണേന്ദ്രൻ സാറൊക്കെ ഉള്ള സമയത്ത് കുറേ എപ്പിസോഡ് ശ്രുതിലേയം വായിച്ചിട്ടുണ്ട്.
പറഞ്ഞു വന്നാൽ നമ്മുടെ അമൃത TV കുടുംബത്തിൻ്റെ ഭാഗമാണ്. ഒരുപാട് എപ്പിസോഡ് വായിച്ചിട്ടുണ്ട്, ഒരുപാട് എപ്പിസോഡ് അമൃത ടിവിക്ക് വേണ്ടി വായിച്ചിട്ടുണ്ട്. അമൃത ടിവിയിൽ കൂടുതൽ മോർസിംഗാണ് വായിച്ചിരിക്കുന്നത്. ഈ ഭാര്യയുടെ നൃത്തത്തിനൊപ്പം വായിക്കാൻ പോകാറുണ്ടോ? ഓ ഒരുപാട് വായിച്ചിട്ടുണ്ട്. അതെ അതെ. ഇപ്പോൾ രണ്ടുപേരും കലാമണ്ഡലത്തിലെ ആൾക്കാരാണ്. ഇപ്പോൾ കലാമണ്ഡലം സാർ വായിക്കുകയാണ് അല്ലേ? ഈ അധ്യാപനം അങ്ങനെയുണ്ടോ? കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയുണ്ടോ? അതെ, ഞാൻ കുറേ വർഷം, ഏകദേശം ഒരു 14 വർഷം അവിടെ അക്കാഡമിക് സെക്ഷനിലായിരുന്നു. അതിൽ മൃദംഗം ടീച്ചറായിട്ടാണ്. ഇപ്പോൾ ഡാൻസ് സെക്ഷനിൽ അക്കമ്പനി ആർട്ടിസ്റ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒരു കലാകുടുംബത്തെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇപ്പോൾ ടീച്ചർ ഇങ്ങനെ മോഹിനിയാട്ടമൊക്കെ കളിക്കുന്ന ആളായതുകൊണ്ടേ എനിക്കും 2 ചുവട് വയ്ക്കാൻ ഒരു താല്പര്യമുണ്ട്. അമർജിത്തേട്ടാ എങ്ങനെയാണ്? ഞാൻ 2 ചുവട് വെക്കട്ടെ? നോക്കാം, ശ്രമിക്കട്ടെ. അജിത ഹരി ജയ മാധവ വിഷ്ണു അജിത ഹരി ജയ മാധവ വിഷ്ണു അജമുഖ ദേവനാഥ വിജയ സാരഥേ സാധു. നന്നായി ചെയ്യുന്നുണ്ടല്ലോ. മുദ്രകളൊക്കെ നല്ല വൃത്തിയുണ്ട്. കുറച്ചും കൂടെ തുടർന്ന് പഠിക്കും. തീർച്ചയായിട്ടും പഠിക്കാൻ ശ്രമിക്കാം കേട്ടോ. ഏതായാലും അവരുടെ ഒപ്പം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ നൃത്തം ചെയ്യാൻ പറ്റി. താങ്ക് യു സോ മച്ച്. ഏതായാലും നമ്മുടെ ക്യാമറാമാൻ അമർജിത്തേട്ടനും ഒപ്പം നമ്മുടെ ഈ പാലക്കാട് നിന്നുള്ള ഈ കലാകുടുംബത്തിനും ഇൻറ്റേൺഷിപ്പ് മാളവിക്കും ഒപ്പം അഖില കൃഷ്ണൻ.